കമ്പി നിരത്തിണ്ട മോനോ. നമുക്ക് നല്ല കായികാധ്വാനം വേണ്ട ഒരു ജോലികളിലൊന്നാണ് വാർക്കപ്പണി എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിൽ വാർക്കയ്ക്കെല്ലാം വരുന്ന ആ തൊഴിലാളികളെ കണ്ടാൽ തന്നെ അറിയാം അവരുടെ ശരീരവും അവരുടെ ഒരു ശക്തിയും ഒക്കെ. പക്ഷേ ഞാനിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് 94 വയസ്സിലും ഓടി നടന്ന് പലയിടങ്ങളിലായി ഈ വാർക്കപ്പണിക്ക് വേണ്ടി നടക്കുന്ന കത്രീനാമ്മയാണ്. 65 കൊല്ലമായി സിമൻറ്റും മണലും കൂട്ടാൻ തുടങ്ങിയിട്ട്. ചെറുപ്പത്തിലെ ആ ചുറുചുറുക്ക് ഇപ്പോഴും കത്രീനാമ്മയ്ക്കുണ്ടെന്ന് പരിചയമുള്ള എല്ലാവരും പറയുന്നു. ഉഷാറല്ലേ? പിന്നെ പോകുന്ന വരെ ഉഷാർ തന്നെ. അല്ലാണ്ട് ഇനിയിപ്പോ ആശിക്കാൻ മറ്റൊരാൾ അവകാശം വേണ്ടല്ലോ. എനിക്ക് പ്രായമായിന്ന് തോന്നണില്ല. ഇപ്പോൾ വീട്ടിൽ എൻ്റെ ഒരു തുണി ഞാൻ എൻ്റെ കുട്ടികളെ കൊണ്ട് എത്തിക്കില്ല, തിരുമ്പിക്കില്ല. ഇതൊന്നും ഞാൻ ചെയ്യിക്കില്ല, ഞാൻ തന്നെ ചെയ്യും. പൊരുതി ജീവിച്ചെന്ന് പറഞ്ഞാൽ ഞാൻ തൃശ്ശൂർ ഇന്നും സുരക്ഷയൊക്കെ പറയും ഞങ്ങളുടെ തള്ള ഞങ്ങളുടെ തൃശ്ശൂരിൻ്റെ മാണിക്കാന്ന്. തൃശ്ശൂർ നഗരത്തിലെ പ്രധാന കെട്ടിടങ്ങളുടെ എല്ലാം നിർമ്മാണത്തിൽ കത്രീനാമ്മയുടെ അധ്വാനമുണ്ട്. ജീവിതത്തിലെ പ്രതിസന്ധികളെല്ലാം മറികടക്കാനും ദുഃഖങ്ങൾ മറക്കാനും ഈ ജോലി കൊണ്ടാണ് കഴിയുന്നതെന്ന് കത്രീനാമ്മ പറയുന്നു. ജീവിതം ഭയങ്കര ഭാരം കൂടിയ ജീവിതം എൻ്റെ. 11 വയസ്സ് തൊട്ട് ഞാൻ അധ്വാനിച്ചോണ്ടിയതാണ്, ഇവിടെ വരെ എത്തി. പാരിസ് ഗ്രൗണ്ടിൻ്റെ അവിടെ ആലിൻ്റെ ചോട്ടിലാണ് ഞാൻ എൻ്റെ ഈ മക്കളെ പ്രസവിച്ചതൊക്കെ. അന്ന് ഇതില്ലെങ്കിൽ അപ്പം അരി കച്ചവടത്തിന് പോകും സേലത്തേക്കൊക്കെ. എന്നിട്ട് അരി കൊണ്ടുവന്ന് തൃശ്ശൂർ വിൽക്കും. പണി പിടിക്കുമ്പോൾ പണി, ഇന്നത്തെ മാതിരി പണിയില്ല വാർപ്പന്ന്. മക്കൾക്കെല്ലാം വീട് വെച്ച് നൽകി. എല്ലാവരും സന്തോഷത്തോടെ ജീവിക്കുന്നു. പൂങ്കുന്നത്ത് മകളോടൊപ്പമാണ് കത്രീനാമ്മ കഴിയുന്നത്. ഒരു ദിവസം പണിക്ക് പോയില്ലെങ്കിലാണ് അസുഖമുണ്ടാവുക. കത്രീനാമ്മ പറയുന്നു. അറിയാത്തവർ പറയും ഇത് വാർക്കപ്പണിക്കാന്ന് അറിയാത്തവർ പറയും. അപ്പോൾ ഞങ്ങളുടെ സാറുമാർ പറയും കുറച്ച് കഴിട്ടെ പൊരുതി കാണിച്ചു തരാമെന്ന് പറയും. കത്രീനാമ്മ ജോലികൾ തുടരുകയാണ്. ഇനിയും ഇതുപോലുള്ള ഒരുപാട് കെട്ടിടങ്ങൾ വാർത്തുയർത്താനുണ്ട് അവർക്ക്. സുജി പട്ടാമിക്കൊപ്പം MS ലിഷോയ്, മാതൃഭൂമി ന്യൂസ്, തൃശ്ശൂർ.